നോക്കിയേ, കർത്താവിന്റെ ബാലശിക്ഷ. ശിക്ഷകൾ എന്നും നമുക്ക് ഭയമുള്ള ഒരു കാര്യമാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കും. എന്തെങ്കിലുമൊക്കെ തെറ്റുകളിൽ നാം ഏർപ്പെടാതിരിക്കുന്നത് പോലും ശിക്ഷയെ ഭയന്നിട്ടാണ്. മനുഷ്യർ തെറ്റിയാതിരിക്കുന്നത് ശിക്ഷയെ ഭയന്നിട്ടാണ്. തെറ്റ് ചെയ്താൽ അതിനൊരു പണിഷ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് പല പ്രവർത്തികളിലും, തെറ്റായ പ്രവർത്തികളിലും, പണിഷ്മെന്റ് ലഭിക്കുന്ന പ്രവർത്തികളിലൊന്നും മനുഷ്യർ ഏർപ്പെടാറില്ല. എന്നാൽ ഈ ശിക്ഷയും ഈ പ്രവർത്തികളും അല്ലെങ്കിൽ ഈ തെറ്റിനെയും കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രാരംഭമായി പറഞ്ഞ കർത്താവിന്റെ ബാലശിക്ഷ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ശിക്ഷയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഈ മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകും. അങ്ങനെ ദൈവം പർപ്പസ്ഫുള്ളി ഒരു മനുഷ്യനെ തന്റെ ഉദ്ദേശത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആ വിളി താൻ കേൾക്കാതിരിക്കുകയോ താൻ നിരാകരിക്കുകയോ ചെയ്താൽ ചില ബാലശിക്ഷകൾ നൽകി ദൈവം അവരെ തന്റെ പദ്ധതികളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. അങ്ങനെയുള്ള ഒരു ബാലശിക്ഷയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായി ശരണപ്പെടുന്നത്. കർത്താവിന്റെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വിളിച്ച് നിങ്ങളത് നിരാകരിച്ച് മാറി നിൽക്കുന്നു എങ്കിൽ, അഥവാ എന്തെങ്കിലും അത് നിമിത്തം ബാലശിക്ഷകൾ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ പരിശുദ്ധാത്മ സന്ദേശം ശ്രവിക്കുവാൻ നിങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമെന്ന്, നിങ്ങൾക്കൊരു മാറ്റം തരുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആകയാൽ ഈ സന്ദേശം തീർത്തും ശ്രമിക്കുവാൻ കർത്താവിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ദിനം കൂടി കാണുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കിയല്ലോ. ആ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാം പ്രാരംഭത്തിൽ ശ്രവിച്ച വാക്ക് ഇപ്രകാരമാണ്: കർത്താവിന്റെ ബാലശിക്ഷ. ശിക്ഷകളെന്നും നമുക്ക് ഭയമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട അഥവാ ഭാരപ്പെട്ടു പോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ ശിക്ഷ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് അനേകർ ദൈവത്തിന്റെ വിളി നിരാകരിച്ച് ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് അകന്നുപോയത് നിമിത്തം ഈ ബാലശിക്ഷയിൽ അകപ്പെട്ട് ഉഴലുന്നത് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി ദൈവം വിളിച്ചിറക്കിയ അനേകർ ആ ഉദ്ദേശങ്ങളിൽ നിന്ന് മാറി തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ, തങ്ങളുടെ ആഗ്രഹപ്രകാരം ജീവിക്കുമ്പോൾ ആ ദൈവമക്കളെ പിന്നെയും ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അടുപ്പിക്കുവാൻ പലപ്പോഴും ദൈവം ആ ബാലശിക്ഷകൾ നൽകുന്നതായിട്ട് ദൈവവചനത്തിനകത്ത് കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ബാലശിക്ഷയിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾ ആയിരുന്നിട്ടും, വിശ്വാസിയായിരുന്നിട്ടും, ദൈവപൈതലായിരുന്നിട്ടും ചില പ്രയാസങ്ങളിൽ കൂടി, പ്രതികൂലങ്ങളിൽ കൂടി, വേദനകളിൽ കൂടി നിരന്തരം നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ, ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളെ ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം എന്തെന്ന് അറിയുവാൻ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പുഷ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമ്മുടെ 2 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം, ആ 14-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ്: അബ്ശാലോം എന്ന് പറയുന്ന ദാവീദിന്റെ മകൻ, അതുപോലെ ദാവീദ് രാജാവ്, പിന്നെ അബ്ശാലോമിന്റെ സഹോദരി, അതായത് ദാവീദിന്റെ മകളായ താമാർ എന്ന് പറയുന്ന ഒരു സഹോദരി, അതുപോലെ ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ എന്ന് പറയുന്ന ഒരുവൻ, പിന്നെ ദാവീദിന്റെ ഭൃത്യനായ യോവാബ്. ഈ അബ്ശാലോമിന്റെ സഹോദരിയായ താമാറിനെ ദാവീദിന്റെ തന്നെ മറ്റൊരു മകനായ അമ്നോൻ അവളെ ബലാത്കാരമായി പീഡിപ്പിച്ച് അവളെ നശിപ്പിക്കുന്നതായിട്ട് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. അങ്ങനെ നശിപ്പിച്ച അനന്തരം അവളെ
ദയാദാക്ഷിണ്യമില്ലാതെ അവൻ ഉപേക്ഷിച്ച് കളയുന്നു. ഇതറിഞ്ഞ താമാറിന്റെ സഹോദരനായ അബ്ശാലോമിന് കോപം ജനിക്കുകയും അവനോട് പക തോന്നുകയും ചെയ്യുന്നു. ശേഷം അവൻ കാത്തിരുന്ന് തക്കം കിട്ടിയപ്പോൾ തന്റെ സഹോദരിയെ നശിപ്പിച്ച അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ കൊന്നിട്ട് ഭയന്ന് അബ്ശാലോം, അതായത് ദാവീദ് രാജാവിന്റെ മകനെയാ കൊന്നത്, താനും രാജാവിന്റെ മകനാ, എങ്കിലും തന്നെ തന്റെ അപ്പനായ ദാവീദ് എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്ന് താൻ ചെന്ന് ദൂരെ ഒരു ദേശത്ത് ഒളിച്ച് പാർക്കുകയാണ്. അങ്ങനെ പാർത്തുകൊണ്ടിരിക്കുന്ന ദാവീദിന്റെ ഈ അബ്ശാലോമിന്റെ അടുക്കലേക്ക് ദാവീദ് തന്റെ ഭൃത്യനെ അയക്കുന്നു, യോവാബിനെ അയക്കുന്നു. കാലം കുറെ ആയി തന്റെ മകൻ ഇവിടെ നിന്ന് പോയിട്ട്. അപ്പൊ തന്റെ മകനെ കാണുവാൻ, അബ്ശാലോം എന്ന് പറയുന്നത് തന്റെ മകനെ കാണുവാൻ അപ്പനായ ദാവീദിന് അതിയായ ഒരു ആഗ്രഹം. അപ്പോ ഈ യോവാബിനെ ഈ അബ്ശാലോമിന്റെ അടുക്കലേക്ക് അയച്ച് അബ്ശാലോമിനെ രാജാവ് യെരുശലേമിലേക്ക് മടക്കി വരുത്തുന്നു. എന്നാൽ മടങ്ങി വന്ന് സ്വന്തം ഭവനത്തിൽ പാർക്കുന്ന അബ്ശാലോമിന്റെ അടുക്കലേക്ക് ഈ ദാവീദ് രാജാവ് പോകുന്നുമില്ല, അവനെ കാണുവാൻ കൂട്ടാക്കുന്നതുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇത് അബ്ശാലോമിന് വളരെ പ്രയാസമായി. തന്റെ അപ്പനെ മടങ്ങി വരുവാൻ നിർദ്ദേശിച്ചു എങ്കിലും ഞാൻ ഇവിടെ വന്ന് പാർത്തിട്ടും ഒരിക്കലും എന്റെ അപ്പൻ എന്നെ കാണുവാൻ വരികയോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ എന്നെ ഒന്ന് സ്നേഹിക്കുകയോ ചെയ്തില്ലല്ലോ എന്നുള്ള വേദന. ഈ വേദനയും പേറിയിരിക്കുന്ന അബ്ശാലോം ഒരു ദിവസം ദാവീദിന്റെ ഭൃത്യനായ യോവാബിനെ തന്റെ അടുക്കലേക്ക് വരുവാനായി ഒരാളെ പറഞ്ഞയക്കുന്നു. അതിന്റെ 29 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാം. അവന്റെ ഉദ്ദേശം ഇതാണ്, അബ്ശാലോമിന്റെ ഉദ്ദേശം ഇതാണ്: യോവാബിനെ ദാവീദ് രാജാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് രാജാവിനോട് പറയണം, ഞാൻ ഇരുന്ന ദേശത്ത് നിന്ന് നീ എന്നെ എന്തിനാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? ഈ കൂട്ടിക്കൊണ്ട് വന്നിട്ടും നീ എന്റെ അടുക്കലേക്ക് വരികയോ എന്നെ കാണുകയോ ചെയ്തില്ലല്ലോ എന്ന് രാജാവിനോട് അറിയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ യോവാബിനെ വരുത്തുവാനായി താനൊരു ഭൃത്യനെ യോവാബിന്റെ അടുക്കലേക്ക് വിടുകയാണ്. യോവാബിന്റെ അടുക്കലേക്ക് വിടുന്ന ഭൃത്യൻ യോവാബിന്റെ അടുക്കൽ ചെന്ന് കാര്യമൊക്കെ അവതരിപ്പിച്ചെങ്കിലും യോവാബ് ഈ അബ്ശാലോമിന്റെ അടുക്കലേക്ക് വരുവാൻ കൂട്ടാക്കിയില്ല. രണ്ടാമതും അബ്ശാലോം ഒരുവനെ പറഞ്ഞു വിട്ട് അറിയിച്ചു, യോവാബെ, നീ എന്റെ അടുക്കൽ വരെ ഒന്ന് വരണം, നീ ഒന്ന് ദാവീദ് രാജാവിന്റെ അടുക്കൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് വരണമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്ത് ചെയ്തില്ല, പിന്നെയും അത് ചെവിക്കൊണ്ടില്ല. ഉടനെ അബ്ശാലോം ഒരു കാര്യം ചെയ്തു. അതാണ് കർത്താവിന്റെ ബാലശിക്ഷ എന്ന് പറയുന്ന വിഷയവുമായി ചേർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ അബ്ശാലോം യോവാബിനെ വിളിച്ചിട്ട് വരാത്തത് നിമിത്തം, തന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാനായി വിളിച്ചിട്ടും വരാത്തത് നിമിത്തം അബ്ശാലോം പെട്ടെന്നൊരു കാര്യം ചെയ്യുകയാണ്. അബ്ശാലോം ഈ ഭൃത്യനോട് പറയുക, നീ ചെന്നിട്ട് ഈ യോവാബിന് അബ്ശാലോമാകുന്ന എന്റെ നിലത്തിന്റെ അരികെ അവനും ഒരു നിലമുണ്ട്, അപ്പൊ നീ അത് ചെന്നിട്ട് എന്ത് ചെയ്യുക, അത് അത് വിളഞ്ഞു കിടക്കുക, ആ യോവാബിന്റെ നിലത്തെ നീ തീയിട്ട് ചുട്ടുകളയുക. ഇത് ക്രൂരമെന്നൊക്കെ നമുക്ക് തോന്നാം ഈ ശിക്ഷ. അതായത് അബ്ശാലോം യോവാബിനെ വിളിച്ചിട്ട് അവൻ അടുത്ത് വരാത്ത നിമിത്തം അബ്ശാലോം കൊടുത്ത ശിക്ഷ കുറച്ച് ക്രൂരമായി പോയി എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഇവിടെ നോക്കിയേ, യോവാബ് അവന്റെ നിലം കത്തി നശിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോ, ഇത് അബ്ശാലോമാണ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഓടി ഈ രാജാവിന്റെ അടുക്കലേക്ക് അബ്ശാലോമിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവൻ അബ്ശാലോമിനോട് ചോദിക്കുവാണ്, നിന്റെ ഭൃത്യന്മാർ എന്റെ കൃഷി എന്തിനാ നശിപ്പിച്ചു കളഞ്ഞത്? നോക്കിയേ, ഒരു ദോഷവും ചെയ്യാതെ അബ്ശാലോം 2 പ്രാവശ്യം തന്റെ ഭൃത്യൻ അവന്റെ അടുക്കലേക്ക് അയച്ചു. പക്ഷേ യോവാബ് അവിടേക്ക് പോയില്ല. പക്ഷേ ചെറിയ ഒരു ശിക്ഷ യോവാബിന് കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായപ്പോൾ അവൻ ഓടി അബ്ശാലോമിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം ചില ബാലശിക്ഷകൾ നമുക്ക് തരുന്നത് നാം നശിച്ചു പോകുവാനല്ല, ദൈവം വിളിച്ചിട്ടും നാം വിളി കേൾക്കാതിരിക്കുന്നത് കൊണ്ടത്രേ. ഇപ്രകാരം ഒരു കഥയുണ്ട്. ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ ഒരു യജമാനൻ നിൽക്കുക, അവന്റെ ദാസൻ താഴെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നു. യജമാനന് ദാസനെ വിളിക്കണം, അവൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു. പക്ഷേ ഒത്തിരി
ഉയരമായതിനാൽ അവന് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ഭൃത്യൻ താഴെ തന്റെ ജോലിയിൽ നിർമ്മിതനായി. ഈ യജമാനൻ എങ്ങനെയും ഇവന്റെ ശ്രദ്ധ ആകർഷിക്കണം. അവൻ അവിടെ നിന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വെള്ളിക്കാശെടുത്ത് ഇവന്റെ മുന്നിലേക്ക് ഇട്ടു. ഈ വെള്ളിക്കാശ് കണ്ട് ആ ഭൃത്യൻ ആ വെള്ളിക്കാശെടുത്ത് പോക്കറ്റിലിട്ട് തുടർന്ന് തന്റെ ജോലിയിൽ വ്യാപൃതനായി. അല്പം കഴിഞ്ഞപ്പോൾ യജമാനൻ പിന്നെയും ഒരു സ്വർണ്ണ കാശെടുത്ത് താഴേക്കിട്ടു. അതും ഭൃത്യൻ എടുത്ത് പോക്കറ്റിലിട്ട് പിന്നെയും തന്റെ ജോലി തുടർന്നു. ഇത് കണ്ടിട്ടും താൻ എന്തൊക്കെ ചെയ്തിട്ടും അവൻ ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ എന്ന് പ്രയാസപ്പെട്ട ഈ യജമാനൻ ഒരു ചെറിയ കല്ലെടുത്ത് അവരുടെ തലയിലേക്ക് ഇടുവാൻ തക്കവണ്ണം ഇടയായി. ഈ ചെറിയ കല്ല് ഭൃത്യന്റെ തലയിൽ വീണപ്പോ ഭൃത്യൻ വേദനിച്ചപ്പോ പെട്ടെന്നവൻ മുകളിലേക്ക് നോക്കി, ദേഷ്യത്തോട് മുകളിൽ നോക്കി, ആരാടാ എന്റെ തലയിൽ കല്ലെടുത്തെറിഞ്ഞത്? ഉടനെ യജമാനൻ അവനെ കാണുകയും യജമാനൻ അവനെ മുകളിലേക്ക് വിളിക്കുകയും അവൻ സന്തോഷത്തോടെ മുകളിലെ നിലയിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. നോക്കിയേ പ്രിയ ദൈവത്തിന്റെ ജനമേ, നന്മകൾ ലഭിച്ചപ്പോഴൊന്നും അവൻ മുകളിലേക്ക് നോക്കിയില്ല. ദൈവവും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ഒരു ആലോചന ദൈവജനത്തോട് കൈമാറുക. നിനക്ക് ചില നന്മകളൊക്കെ നൽകി, ചില അനുഗ്രഹങ്ങളൊക്കെ നൽകി, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി, സമാധാനവും സന്തോഷവും ഒക്കെ നൽകി. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് നിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലത്തിലേക്ക് കൂട്ടിവരുത്തിയിട്ട് കർത്താവ് നിന്നെ വിളിക്കുക, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ, അവന്റെ ഹിതം ചെയ്യുവാൻ. പക്ഷേ നീ ഓടി ഒളിച്ചത് നിമിത്തം വേദനിപ്പിക്കുന്ന ചില ബാലശിക്ഷകൾ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ ഒരു ആലോചന പറയട്ടെ. ഇന്ന് നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ആ ബാലശിക്ഷകളിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ മോചിപ്പിക്കുവാനും എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം മടക്കി തരുവാനും തക്കവണ്ണം ഇടയായി തീരും. ആകയാൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, അബ്ശാലോമിനെ പോലെ യോവാബിനെ വിളിച്ച് കാത്തിരുന്നത് പോലെ നിങ്ങളെയും വിളിച്ചിട്ട് ഒരുവൻ കാത്തിരിപ്പുണ്ട്. ആ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മടങ്ങി ചെല്ലാമോ? നഷ്ടപ്പെട്ടു പോയത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ചിലത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിശാച് എടുത്തു മാറ്റിയെന്ന് നാം ചിന്തിക്കരുത്. ചിലതൊക്കെ എന്റെ കർത്താവ് തന്നെ എടുത്തു മാറ്റുന്നതാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു നാൾ ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഇതൊക്കെ നിനക്ക് നൽകി. സമാധാനമില്ലാതിരുന്നപ്പോ, സന്തോഷമില്ലാതിരുന്നപ്പോ, അനുഗ്രഹമില്ലാതിരുന്നപ്പോ, നന്മകളില്ലാതിരുന്നപ്പോൾ, നിന്നെ നോക്കുവാനോ കാണുവാനോ ആശ്രയിപ്പാനോ നിനക്ക് ആരുമില്ലാതിരുന്നപ്പോൾ അവിടെ നിന്ന് നിന്നെ എടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് പലരും മാനിക്കുന്ന ഒരിടത്ത് നിന്നെ ഇരുത്തി സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും പകർന്ന് ഒരു നല്ല പദവിയിൽ ഇരുത്തിയില്ലേ? ആ പദവിയിലിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമെന്ന് ദൈവം പ്രതീക്ഷിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചപ്പോൾ, അവന് വേണ്ടി ഫലം കായ്ക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ചപ്പോൾ, പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കി നീ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഓടി നടക്കുന്നത് കണ്ട് എന്റെ കർത്താവ് പ്രയാസപ്പെട്ട് നിന്നെ പിന്നെയും ദൈവ പദ്ധതികളിലേക്ക് അടുപ്പിക്കുവാനാണ് ചില കഷ്ടതകൾ, ചില വേദനകൾ നിനക്ക് വരുത്തുന്നതെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറട്ടെ. ഇത് നീ തിരിച്ചറിയുന്നു എങ്കിൽ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അഥവാ കർത്താവ് ബാലശിക്ഷ നൽകി എടുത്തു കളഞ്ഞ ചിലതും കൂടെ തിരിച്ചു നൽകി നിന്നെ അനുഗ്രഹിക്കാൻ ശാശ്വതമായ ചില നന്മകൾ നൽകി, ശാശ്വതമായ ചില അനുഗ്രഹങ്ങൾ നൽകി നിന്നെ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ വിളികൾ കേട്ടിട്ടും നിരന്തരമായി അവൻ നിന്നെ സ്നേഹിച്ച് മാറോട് ചേർത്തണച്ചിട്ടും വിളിച്ച് വേർതിരിച്ചിട്ടും ഇന്നും നീ അവന്റെ ഇഷ്ടം ചെയ്യാതെ വണ്ണം, അവന്റെ ഇഷ്ടം പൂർത്തീകരിക്കാതെ വണ്ണം നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നുവോ? കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് അവനെ നീ വിട്ടുകളഞ്ഞിട്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നുവോ? നിന്നോട് പരിശുദ്ധാത്മാവ് ഇന്നൊരാലോചന കൈമാറുന്നുണ്ട്. നീ മടങ്ങിവ, നിന്നെ പിന്നെയും ചേർത്തണച്ച് നിനക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകി തരുവാൻ ഞാൻ കാത്തിരിപ്പുണ്ട്. വേഗത്തിൽ ആ മുടിയനായ പുത്രന്റെ ചിന്ത കൂടെ പരിശുദ്ധാത്മാവ് അടിയന്റെ ഹൃദയത്തിൽ നൽകുക. സ്വന്തം അപ്പന്റെ ഭവനത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മകൻ, അപ്പൻ അവന് വേണ്ടി അതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അപ്പനൊരു ഉദ്ദേശമുണ്ട്. ഇവനെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അഥവാ അപ്പനൊരു പദ്ധതിയുണ്ട്.
എന്നാൽ ആ പദ്ധതികളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ അപ്പന്റെ ഭവനത്തിൽ നിന്ന് നന്മകളും എടുത്ത് അവൻ ദൂരദേശത്തേക്ക് യാത്ര പോയി. ശേഷം അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട്, നഷ്ടപ്പെട്ടു പോയിട്ട് അവൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ മടങ്ങി എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ചെല്ലും. അവന്റെ അപ്പൻ അവനെ കുറിച്ച് എന്ത് ആഗ്രഹിച്ചുവോ അത് ചെയ്യുവാൻ തയ്യാറായി, അത് പൂർത്തീകരിപ്പാൻ തയ്യാറായി, ആ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ തയ്യാറായി. ആ മകൻ മടങ്ങി ചെന്നപ്പോൾ ആ മകന് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് അവൻ കരുതിയോ അതെല്ലാം മടക്കി കൊടുത്ത് ആ മകനെ മാറോട് ചേർത്തടച്ചതുപോലെ ദൈവജനമേ, പ്രിയ ദൈവത്തിന്റെ ജനമേ, പ്രിയ സഹോദര സഹോദരി, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എല്ലാം മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവ് നിന്നെ പിന്നെയും വിളിക്കുക. ആ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. ഒരു നിമിഷം കൂടി കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കരുണാസമ്പന്നനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദി. തിരുവചനം ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. ചില ബാലശിക്ഷകളിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആ ശിക്ഷകൾ അവരുടെ നാശത്തിനല്ല, അവർ രക്ഷയിലേക്ക് വരുന്നതിന്, പിന്നെയും ദൈവസ്നേഹത്തിലേക്ക് വരുന്നതിന് ഇടയാക്കി തീർക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അതിനായി സഹായിച്ചാട്ടെ, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ആമേൻ. എന്ന് കേട്ട ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മടങ്ങി വരവിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിന്റെ ബാലശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുമാറാകട്ടെ. ആമേൻ. വരും ദിവസങ്ങളിലും ക്രിസ്തീയ ചിന്തകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.